RSS അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു ചിത്രത്തിന്റെ പേരിൽ തുടങ്ങിയ പുകിലാണ് ഇന്നും സമരമാണ്. നിങ്ങളുടെ ആദ്യത്തെ തന്നെ പറച്ചിൽ തന്നെ തെറ്റല്ലേ? നിങ്ങൾ ആരാധിക്കുന്ന ചിത്രം ആരെയും നിങ്ങൾ RSSകാരാണോ? ഈ രാജ്യത്തിലെ രാജ്യസ്നേഹികളായിട്ടുള്ള മുഴുവൻ ജനങ്ങളും ആരാധിക്കുന്ന ചിത്രമാണ് സർ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ താല്പര്യമില്ലാത്ത ആളുകൾ ധാരാളം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ കേരള ഹൈക്കോടതി പറഞ്ഞത് ഭാരതമാതാവിന്റെ ചിത്രത്തെ എതിർക്കേണ്ടത് ആരാണ്? ഭാരതമാതാവിന്റെ ചിത്രത്തെ എതിർക്കുന്നത് ഭാരത വിരോധികളാണ്. ആഷ്മി തന്നെ ഗോപാലകൃഷ്ണനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത്, ആ ചിത്രത്തിന്റെ കീഴിലല്ലേ VD സതീശൻ വിളക്ക് കൊളുത്തിയത്? പിന്നെങ്ങനെയാണ് ഹാഷ്മി ചോദിച്ചത് BJPക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ചിത്രമാണെന്ന്? അത് കോൺഗ്രസിന്റെയും BJPയുടെയും സംയുക്ത ചിത്രമാണ്. ആ ചിത്രത്തിന് കീഴെയാണ്, ആർലേഖന്റെ അതേ ചിത്രത്തിന് കീഴെയാണ് VD സതീശൻ വിളക്ക് കൊളുത്തിയത്. ഈ ചിത്രം നിങ്ങൾക്ക് മാത്രമുള്ള ചിത്രമാണ്, അല്ല പ്രതിപക്ഷ നേതാവിന്റെയും RSSന്റെയും പൊതുചിത്രമാണത്. ആ രണ്ടുപേരുടെയും പണി കേരളത്തിൽ തുറന്നു കാണിക്കാൻ പിള്ളേർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഭാരതമാ, ഈ പ്രപഞ്ചം മുഴുവൻ ഭാരതമാതാവെന്ന് ചിന്തിക്കുന്നവരാ ഞങ്ങൾ. ഭാരതമാതാവെന്ന് ചിന്തിക്കുന്നവരാ ഞങ്ങൾ. കാളമൂത്രം പോലെ പറയുകയാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, തൂണിലും തുരുമ്പിലും ദൈവമുണ്ടോ? അങ്ങനെ തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെങ്കിൽ പിന്നെ മക്കയും ജെറുസലേമും ഈ ഇന്ത്യയിലല്ല. അതുകൊണ്ട് നിങ്ങളുടെ മാതൃഭൂമിയും പുണ്യഭൂമി ഇവിടെ അല്ലല്ലോ. പുണ്യഭൂമി ക്രിസ്ത്യാനികളുടെയും മുസ്ലിമിന്റെയും പുണ്യഭൂമി ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് അവർ ഇന്ത്യക്കാരല്ല, അവർ ഹിന്ദുക്കളല്ല, അവരുടെ രാജ്യമല്ലിത് എന്ന് എഴുതിയ പുസ്തകത്തിന്റെ പേരറിയാമോ? നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവചിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഹിന്ദുത്വ പുസ്തകമൊക്കെ ബഹുമാനപ്പെട്ട V. ഗോപാലകൃഷ്ണൻ. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടോ? ആ ദൈവമുള്ള ബാബറി മസ്ജിദിനെ പൊട്ടിപ്പടർന്നത്. ഈ തൂണിൽ ദൈവം ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹിരണ്യകശിപു വെട്ടിപ്പടർന്ന പോലെ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ വെട്ടിപ്പടർന്നപ്പോൾ അതിൽ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ ഒരു ഹിന്ദുവിന് അവകാശമില്ലേ? ഇപ്പൊ ഇവിടെ പറയാ തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ട്. ഉണ്ടോ? പിന്നെ ഇതിനെ ബാബറി മസ്ജിദ് തകർത്തത്, ഗുജറാത്തിൽ 300ഓളം മനുഷ്യനെ ചുട്ടുകൊന്നത്, മുന്നമാരുണ്ടായത്, എങ്ങനെയാണ് ബാബു ബജരംഗി ഉണ്ടായത്? തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടോ? എന്നിട്ടൊരു ചിത്രമായിട്ട് എഴുന്നള്ളിക്കുന്നു. ആ എഴുന്നള്ളിക്കുന്ന ചിത്രം ഹൈക്കോടതിയിൽ ആരാണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഏത് ഹൈക്കോടതിയാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ആ ജഡ്ജിയെ ഒന്ന് വിളിച്ചേ, നിങ്ങളുടെ ചാനലിൽ നിന്നൊന്ന് വിളിച്ചേ, ഒന്നുകൂടെ പറയുമോ? ആ ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞത് ഞാൻ കേട്ടില്ല. കോടതിയുടെ ഒരു കടലാസിലും അങ്ങനെ പറഞ്ഞില്ല. ഈ സ്ത്രീ ഈ കാതുക്കൊടി എന്തിയ സ്ത്രീ എന്ന് പറയുന്നത് വിശുദ്ധയാണ് എന്ന് പറയുന്ന ഒരു കോടതിയുടെ ഒരു വിധിയും നമ്മുടെ മുമ്പിലില്ല. ജഡ്ജി പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പറഞ്ഞെങ്കിൽ ആ ജഡ്ജിയോട് പറയുകയാണ്, ആ ഹൈക്കോടതിയുടെ മേലെ ആ കൊടി വെക്കുവോ? കാണാം. രാജ്ഭവന് വെക്കാവുന്ന കൊടിയാണ്, പിന്നെ ഹൈക്കോടതിയുടെ മേലെ വെക്കാൻ മേലെ? അത് ഹൈക്കോടതിയുടെ മേലെ വെക്കണം എന്ന് ആഗ്രഹമായിട്ട് ആരെങ്കിലും ഇറങ്ങിത്തിരിച്ചാൽ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് നടക്കില്ല. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്. ജസ്റ്റിസ് BR ഗവായ്, ചീഫ് ജസ്റ്റിസ്, ഇന്ന് ഗവായ് ചോദിച്ചിട്ടുണ്ട്. അതുകൂടെ കേട്ടോ, അതിന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ പൗരത്വം നോക്കലാണോ? ഇവിടെ ഒരു സുപ്രീം കോടതിയുണ്ട്, ഭരണഘടനയുണ്ട്. ഇവരുടെ എല്ലാ കളി സങ്കല്പ ചിത്രം. ആരുടെ സങ്കല്പം? നിങ്ങൾ സങ്കല്പിക്കുന്ന എല്ലാം ഇതാണോ? നിങ്ങളുടെ സങ്കല്പമാണോ ഇന്ത്യ നടപ്പാക്കുന്നത്? നിങ്ങളുടെ സങ്കല്പം കാല് നക്കലായിരുന്നു. ബ്രിട്ടീഷ് ചക്രവർത്തിയുടെയും ബ്രിട്ടീഷുകാരുടെയും കാല് നക്കുന്നത് സങ്കല്പമല്ല, യാഥാർത്ഥ്യമായിരുന്നു. ആ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാണ്. പിന്നെ അടിയന്തരാവസ്ഥ, ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു കാര്യം കൂടെ പറയാം. അടിയന്തരാവസ്ഥയിൽ ഭാരതാംബ എന്ന് വിളിച്ചാണ് ഇവിടെ സമരം. ഞാൻ ചോദിക്കട്ടെ, അടിയന്തരാവസ്ഥയിൽ 3 കത്തെഴുതിയില്ലേ? ഇന്ദിരാഗാന്ധിയുടെ 20-ഉം 5 സഞ്ജയഗാന്ധിയുടെ ഒപ്പിട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞ് സുപ്രീം കോടതി രാജനാരായണന്റെ കേസിൽ ഇന്ദിരാഗാന്ധിയുടെ ഈ സമരക്കാഴ്ചകൾക്കപ്പുറം അങ്ങേയറ്റം അലങ്കോലമാണ് അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ സാഹചര്യം. ഇന്നത്തെ കാര്യം മാത്രം എടുക്കും. ഇന്ന് രാവിലെ മിനിക്കാപ്പനാണ് രജിസ്ട്രാറുടെ അധികാരം, ഒപ്പിടാനൊക്കെ ഉള്ളത് ഡിജിറ്റൽ ഒപ്പിന്റെ അധികാരം മിനിക്കാപ്പന്. വൈകുന്നേരമായപ്പോഴേക്കും അത് അനിൽകുമാറിന്. അല്പസമയം മുമ്പാണ് വീണ്ടും VCയുടെ ഇടപെടൽ. KS അനിൽകുമാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാനാണ് നിർദ്ദേശം. രജിസ്ട്രാർ മുഖേന വരുന്ന ഫയലുകൾ VCക്ക് അയക്കേണ്ടെന്നും VC സർവകലാശാല അറിയിക്കുകയാണ്. അത്യാവശ്യ ഫയലുകൾ VCക്ക് നേരിട്ട് അയക്കാൻ ജോയിന്റ് രജിസ്ട്രാർമാർക്ക് വീണ്ടും നിർദ്ദേശം നൽകി. വീണ്ടും ചളകുളമാകുന്നു ആ സാഹചര്യം. പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഗൗരവത്തിൽ ഇടപെടണ്ടേ ശ്രീ അനിൽകുമാർ? ഈ പ്രശ്നപരിഹാരത്തിനാണ് ചാൻസലർ പദവിയിൽ നിന്നും ഈ ഗവർണറെ മാറ്റുന്നൊരു നിയമം കേരളത്തിന്റെ നിയമസഭ പാസാക്കിയത്. ആ നിയമത്തെ അംഗീകരിക്കാതെ രാഷ്ട്രപതിക്ക് അയക്കുകയാണ് നമ്മുടെ മുൻ ഗവർണർ ചെയ്തത്. അതിന് പിന്തുണ കൊടുക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം ചെയ്തത്. മുസ്ലിം ലീഗും UDF അടങ്ങുന്ന പ്രതിപക്ഷ നേതാക്കന്മാർ ചെന്ന് ദുർബോധനം നടത്തി ഈ സർവകലാശാലകളെ കാവൽക്കരിക്കാനുള്ള RSS അജണ്ടക്കെതിരായി കേരള നിയമസഭ പാസാക്കിയ നിയമത്തിൽ ഒപ്പിടാൻ പാടില്ല, ഗവർണർ ഒപ്പിടരുത് എന്ന് അവർക്ക് ആഹ്വാനം ചെയ്തു. അവസാനം കേരള സർക്കാർ കോടതിയിൽ പോയി. അതടക്കമുള്ള കേസുകൾ കൈകാര്യം ചെയ്ത് ബഹുമാനപ്പെട്ട കോടതി ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. ആ വിധി പ്രസ്താവിച്ച പ്രകാരം ടൈം ലൈൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ടൈം ലൈനിനകത്ത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രപതിയും ഉൾപ്പെടും.
ചരിത്രപരമായ വിധിയാണ്. കേരളത്തിൽ മാത്രമല്ല, കർണാടകത്തിൽ, ബംഗാളിൽ, തമിഴ്നാട്ടിൽ, ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർമാരെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു, നീക്കം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കാവുവൽക്കരണത്തിനെതിരായി നമ്മുടെ രാജ്യത്ത് ചരിത്ര പോരാട്ടം നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ വി.ഡി. സതീശന്റെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ UDF സമ്പൂർണ്ണമായി RSSന് കീഴടങ്ങിയിരിക്കുന്നു, BJPക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ദയനീയമായ അവസ്ഥ. രാഷ്ട്രീയം പറയണം. പക്ഷെ ഞാൻ ആദ്യം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം എന്താണ്? കുട്ടികളുടെ പ്രശ്നമാണ്. കാശ്മീർ മനസ്സിലാക്കൂ, നമ്മൾ രാഷ്ട്രീയം പറയുക എന്ന് പറഞ്ഞാൽ നിയമം തന്നെയാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സർവകലാശാലകൾ ഭരിക്കപ്പെടുന്നത് കേരള സർക്കാർ ഉണ്ടാക്കുന്ന കേരളത്തിലെ നിയമപ്രകാരമല്ലേ? അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കുന്ന നിയമമാണോ? കേരള യൂണിവേഴ്സിറ്റി ആക്ട് കേരള സർക്കാരിൻ്റെ മുൻകൈയിൽ കേരള നിയമസഭ ഉണ്ടാക്കിയതാണ്. ആ നിയമത്തെ ഭേദഗതി ചെയ്യാൻ കേരള സർക്കാരിന് നിയമസഭയിലൂടെ അവകാശമില്ലേ? നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി ആക്ട് ഉണ്ടാക്കാൻ അവകാശമുണ്ട്, അത് ഭേദഗതി ചെയ്യാൻ അവകാശമില്ലെന്ന് പറയാൻ പറ്റുമോ? ഇന്ന് കേരളത്തിൽ 99 അംഗങ്ങളുടെ പിന്തുണയുള്ള ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാർ അത് നിയമസഭയിൽ അംഗീകരിച്ച് ഭേദഗതി കൊണ്ടുവന്നു. അതിൽ ഒപ്പിടാൻ എന്താ അവർക്ക് തടസ്സം ഈ ഗവർണർക്ക്? അപ്പോൾ ഗവർണർ ഒപ്പിടാതിരിക്കുക, തോന്നിവാസം കാണിക്കുക, തെമ്മാടിത്തരം കാണിക്കുക. അങ്ങനെ തോന്നിവാസം തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു കൂട്ടർ ഗവർണറായിട്ട് വന്നാൽ ഉടനെ അത് ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ ഞങ്ങൾ ഇതിന് ഉത്തരവാദിയാവോ? ഇവിടെ ഹാഷ്മി പറഞ്ഞപ്പോൾ ആരുടെ ഈഗോ, അധികാരം രണ്ടായി പിളർന്നു. ഒരു രണ്ടായിട്ട് പിളർന്നിട്ടില്ല. എത്ര കാലം ഇവർ വെച്ചോണ്ടിരിക്കും നമുക്ക് കാണാം. ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട്. ഈ ഗവർണറെ കൊണ്ട് തന്നെ ഒപ്പിടിക്കും. ഒപ്പിട്ടില്ലെങ്കിൽ ഗവർണർ ഒപ്പിട്ടതായി കരുതുമെന്ന് കരുതി നിയമം നടപ്പായത് മദിരാശിയിലെ നിയമം നമ്മൾ കണ്ടില്ലേ? ഞങ്ങൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. RSSകാരെ പഠിപ്പിക്കും, ഞങ്ങൾ ആർലേക്കറെ പഠിപ്പിക്കും, മോഹൻ ഭഗവതിനെ പഠിപ്പിക്കും, കേരളം എന്താണെന്ന് പഠിപ്പിക്കും. അതൊരു കാര്യം. 2, കേരള സർവകലാശാലയിൽ എന്ത് നടന്നു? ഇതാണ് രണ്ടാമത്തെ കാര്യം. ഈ ഭാരതാംബ എന്ന് പറഞ്ഞ് അവർ ഉന്നയിക്കുന്ന ഈ സാധനമായിട്ട് വന്നു എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ അവരുടേതായ രാഷ്ട്രീയ കളി, അതവിടെ നിൽക്കട്ടെ. VC സിസ തോമസ് അല്ലെങ്കിൽ മോഹൻ കുന്നുമേൽ ഇവിടുത്തെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ടോ? അധികാരം ഇല്ലെന്നാണ് ഞങ്ങളുടെ വാദം. ഇനി അധികാരം ഉണ്ടെന്നിരിക്കട്ടെ. 10ാം വകുപ്പിൽ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം ഒരു VCക്ക് അധികാരമില്ലെങ്കിൽ പോലും രജിസ്ട്രാറെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ സസ്പെൻഡ് ചെയ്തു. അത് എന്നുവരെ മാത്രം? തൊട്ടടുത്ത സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് വരെ മാത്രമേ അതിന് പ്രാബല്യമുള്ളൂ. അതാണ് നിയമത്തിൽ പറയുന്നത്. ഏതൊരു കാര്യമാണോ സിൻഡിക്കേറ്റിന് വേണ്ടി തൽക്കാലം അവർ ചെയ്യാൻ വന്നത്, അത് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു കൂട്ടിയത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അത് പൂർണ്ണമായി. പിന്നീട് അതിൽ തുടർച്ച വേണമെങ്കിൽ സിൻഡിക്കേറ്റ് തീരുമാനിക്കണം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയാം, രജിസ്ട്രാറായ ശ്രീ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനെടുത്ത VCയുടെ തീരുമാനം അടിയന്തര യോഗം വിളിച്ചു കൂട്ടി റിപ്പോർട്ട് ചെയ്യാൻ VC നിർബന്ധിതമായി. എന്തുകൊണ്ട്? ശ്രീ രജിസ്ട്രാർ കോടതിയിൽ പോയി ഹൈക്കോടതിയോട് പറഞ്ഞു, എൻ്റെ അപ്പോയിന്റ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ്, VCക്ക് എന്നെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല. ഹൈക്കോടതിയിൽ ഇത് കേസ് കേട്ട കോടതി പറഞ്ഞെന്താണ്? ഇക്കാര്യത്തിൽ അധികാരം സിൻഡിക്കേറ്റിനാണ്, അതുകൊണ്ട് സിൻഡിക്കേറ്റ് എന്ത് പറയുന്നു എന്നറിയണം. അപ്പൊ സിസ തോമസ് വെട്ടിലായി. സിസ തോമസ് സിൻഡിക്കേറ്റ് എന്ത് പറയുന്നു എന്നറിയാനാണല്ലോ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടിയത്. ആ സിൻഡിക്കേറ്റ് യോഗത്തിനകത്ത് എന്താ തീരുമാനം? ഈ സസ്പെൻഷൻ തുടരാൻ തീരുമാനമുണ്ടോ? അധികാരം സിൻഡിക്കേറ്റിന് മാത്രമാണ്. അങ്ങനെ ഒരു യോഗം ഒരിക്കൽ ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇറങ്ങിപ്പോയി മൂത്രമൊഴിക്കാൻ പോയി എന്നൊന്നും പറഞ്ഞാൽ VC പറഞ്ഞാലൊന്നും കാര്യം നടക്കത്തില്ല. ആ സിൻഡിക്കേറ്റ് യോഗത്തിനകത്ത് ഈ സസ്പെൻഷൻ റിപ്പോർട്ട് ചെയ്തു. സിൻഡിക്കേറ്റ് അത് അംഗീകരിച്ചില്ല. മാത്രമല്ല സിൻഡിക്കേറ്റ് പറഞ്ഞു ആ സസ്പെൻഷൻ റദ്ദായതായി കോടതി അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രജിസ്ട്രാർ ചാർജ് എടുക്കുകയും ചെയ്തു. അങ്ങനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് എന്താണ്? കാശ്മീർ നമ്മൾ ശാന്തമായി ഇത് നോക്കണം. ഹൈക്കോടതി ഉത്തരവ് പറയുന്നത് പരാതിയുള്ളവർക്ക് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കാം. അതാണ് ഹൈക്കോടതി ഉത്തരവ്. അപ്രോപ്രിയേറ്റ് അതോറിറ്റി ആരാണ്? ചോദ്യം. രജിസ്ട്രാറുടെ സ്ഥാനം സംബന്ധിച്ച് അപ്രോപ്രിയേറ്റ് അതോറിറ്റി സിൻഡിക്കേറ്റാണ്. അതുകൊണ്ട് മോഹൻ കുന്നുമേലിന് നേരമുണ്ടെങ്കിൽ, തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് വിളിക്കണം. അതാണ് ഹൈക്കോടതിയെ മാനിക്കുന്നെങ്കിൽ ചെയ്യേണ്ടത്. അതിനു പകരം മോഹൻ കുന്നുമേൽ അവിടുത്തെ സെക്യൂരിറ്റിക്കാരന് ഉത്തരവ് കൊടുക്കുകയാണ്, ഈ ആൾ വരുമ്പോൾ തടയണം, അങ്ങോട്ട് വന്നേര് കാണാം. അതുകൊണ്ടൊരു യുദ്ധം തന്നെയാണ്. കേരളത്തിന്റെ മതനിരപേക്ഷത രക്ഷിക്കാനുള്ള യുദ്ധമാണ്. അത് കേരളം സർവകലാശാല യുദ്ധമല്ല, അത് RSSുമായി നടക്കുന്ന യുദ്ധമാണെന്നാണ് അതിന്റെ പൊളിറ്റിക്കൽ വെർഷൻ. ഇത് കേരളം അനുവദിക്കുന്നില്ല. ശരി, പക്ഷെ ഞാൻ ചോദിച്ചത്, താങ്കൾ പറയുന്നതൊക്കെ ഒരു ലോങ് റണ്ണിൽ നടപ്പാക്കേണ്ട ലക്ഷ്യങ്ങളാണ്. താങ്കൾ പറയുന്നത് വ്യവഹാര വഴിയിൽ കുരുക്കഴിച്ചെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ്. പക്ഷേ ഒരു ലോങ് റണ്ണും ഇല്ല. അല്ല, ഞാൻ ഇപ്പൊ നിലവിൽ കഷ്ടപ്പെടുന്ന കുമാർ, ഇത് ലോങ് റണ്ണിൽ നടപ്പാക്കേണ്ട കാര്യം താങ്കൾ പറയുന്നത്. ഞാൻ പറയുന്ന ചോദ്യം, കോടതി എന്താ പറഞ്ഞത്? അപ്രോപ്രിയേറ്റ് അതോറിറ്റിയിൽ പരാതിക്കാർക്ക് പോകുന്നതിന് അനുവാദമുണ്ട്. അപ്രോപ്രിയേറ്റ് അതോറിറ്റി ആരാണ്?
രജിസ്ട്രാറുടെ അപ്രോപ്രിയേറ്റ് അതോറിറ്റി VC അല്ല, ആർലേക്കർ അല്ല. രജിസ്ട്രാറുടെ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ആരാണെന്ന് ചോദിച്ചാൽ അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ആണ്. മര്യാദയ്ക്ക് സിൻഡിക്കേറ്റ് വിളിക്കാൻ പറ. അപ്പൊ വീണ്ടും തുടങ്ങും. സിൻഡിക്കേറ്റ് വിളിക്കാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഈ സർവകലാശാല ജനാധിപത്യമല്ലേ? ആ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് സിൻഡിക്കേറ്റ് ഇവിടെ ഇല്ലേ? ആ ഇലക്ട്രൽ സിൻഡിക്കേറ്റ് വിളിക്കണ്ടേ? എന്തേ കോൺഗ്രസ് പറയാത്തത് സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന്? VD സതീശൻ എന്താ പറയാത്തത് സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന്? ഞങ്ങൾ പറയണു സിൻഡിക്കേറ്റ് വിളിച്ചു, തീരുമാനമെടുത്തു. ഇനിയും സംശയമുണ്ടോ? ഹൈക്കോടതി പറഞ്ഞ പോലെ അപ്രോപ്രിയേറ്റ് അതോറിറ്റി സിൻഡിക്കേറ്റാ, വിളിക്കേ. എന്താ സർവകലാശാല? കേരള സർവകലാശാല ഇന്ത്യ രാജ്യത്തെ NRIF റാങ്കിനകത്ത് A++ നേടിയ സർവകലാശാലയായത് 9 കൊല്ലമായി പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. ഉമ്മൻചാണ്ടി കേരളത്തിൽ അധികാരത്തിൽ നിന്നിറങ്ങിയ ശേഷമാണ് എന്ന് UDFന്റെ പ്രതിനിധിക്ക് അറിയത്തില്ലേ? ഇന്ത്യ രാജ്യത്തെ സർവകലാശാലകളുടെ കണക്കെടുക്കുമ്പോൾ സംസ്ഥാന സർവകലാശാലകളിൽ 9, 10, 11 കേരള, കുസാറ്റ്, അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി സർവകലാശാല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ 100 കോളേജുകൾ എടുത്താൽ 16 കോളേജുകൾ കേരളത്തിലാണ് നമ്പർ 1 എന്ന കാര്യം മനസ്സിലായിട്ടുണ്ടോ? മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഡിഗ്രി പരീക്ഷാഫലം പരീക്ഷയുടെ പിറ്റേന്ന് പുറത്തു വന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഏത് പരീക്ഷയുടെ ഫലം ഇപ്പോൾ കിട്ടാത്തത്? ഏത് മാർക്ക് ലിസ്റ്റ് ഇപ്പോൾ കിട്ടാത്തത്? അപ്പൊ സർക്കാരിനെ ആക്രമിക്കാൻ, RSSനെ സഹായിക്കാൻ ഒരു കൂട്ടർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അവര് സർക്കാരിനെതിരെ നിരന്തരം നുണ പറഞ്ഞ് തളർന്നിരിക്കുകയാണ്. ഞങ്ങൾ RSSുമായി യുദ്ധം ചെയ്യുമ്പോൾ, ആർലേക്കറുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ, യുദ്ധത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കാതെ ആർലേക്കറുടെ കൂടെ നിന്ന് ഞങ്ങളെ അടിക്കുകയാണ്. എന്നിട്ട് എന്തെല്ലാം നുണയാ പറയുന്നത്? ഒരു നുണ ഞാൻ പറയാം. നിങ്ങൾ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ചട്ടപ്രകാരം ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു ഹാള് വാടകയ്ക്ക് എടുക്കാൻ അപേക്ഷ തന്നാൽ, അല്ല നിങ്ങൾ ഇന്നൊക്കെ ചെയ്യരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം ആ വ്യവസ്ഥകൾ ഞങ്ങൾ പാലിച്ചോളാം എന്ന് എഴുതി കൊടുത്താൽ അവർക്ക് ഇത് കൊടുക്കും. വ്യവസ്ഥ ലംഘിച്ചാൽ അപ്പം തന്നെ അത് ക്യാൻസലാക്കും. അങ്ങനെ ക്യാൻസലാക്കിയത് KSU ആവശ്യപ്പെട്ടിട്ടില്ലേ? SFI ആവശ്യപ്പെട്ടില്ലേ? KSUക്കാർ ആവശ്യപ്പെട്ടിട്ട് അത് റദ്ദാക്കിയ രജിസ്ട്രാറെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടോ? ഈ രജിസ്ട്രാർ റദ്ദാക്കിയത് KSU കൂടെ ആവശ്യപ്പെട്ടിട്ട് സമരം നടത്തിയില്ലേ? സെനറ്റുകൾ അപേക്ഷ നൽകുന്ന ആർക്കും കൊടുക്കൂ? എനിക്കറിയില്ല, ഞാൻ സെനറ്റുകാരൻ്റെ അധിപനല്ല. നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. നിങ്ങൾ വെറുതെ കാട് കയറാതെ അവിടുത്തെ നിയമപ്രകാരം അത് അനുവദിക്കും. നിയമവിരുദ്ധമായി ഒരാൾ നിയമവിരുദ്ധമായി ചെയ്തതിന് അവർ റദ്ദാക്കും. ഇതാണ് സർവകലാശാലയുടെ സ്റ്റാൻഡ്. ഞാൻ സർവകലാശാലയുടെ വക്കീലല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? അത് റദ്ദാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. രജിസ്ട്രാർ റദ്ദാക്കിയ രജിസ്ട്രാറുടെ കൂടെ നിന്നോ? ആർലേക്കറെ വെല്ലുവിളിച്ചുകൊണ്ട് അത് റദ്ദാക്കിയ രജിസ്ട്രാറുടെ കൂടെ കോൺഗ്രസ് പാർട്ടി നിന്നോ എന്നുള്ളതാണ് ചോദ്യം. ആ രജിസ്ട്രാർ നിയമപരമായി തിരിച്ചു വന്നു അവിടെ എന്നുള്ള കാര്യം കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? ആ രജിസ്ട്രാർക്ക് അനുകൂലമായിട്ട് സിൻഡിക്കേറ്റിനകത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി വർത്താനം പറഞ്ഞോ? ഒരേ ഒരു പ്രതിനിധി വർത്താനം പറഞ്ഞോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കാണിക്കുന്ന ഏറ്റവും വലിയ RSS സേവയാണ്, RSSന്റെ പാദസേവയാണ്. അത് ഹിമാചൽ പ്രദേശിൽ 7 കൊല്ലം വിളക്ക് കൊളുത്തിക്കൊണ്ടിരുന്നത് വേറെ കാര്യം. ഞാനിപ്പോൾ കേരളത്തിലെ കാര്യമാണ് പറയണത്. ഇവിടെ ആർലേക്കർക്കെതിരായി ആർലേക്കർ വരുന്ന പരിപാടി റദ്ദു ചെയ്യാൻ നിർദ്ദേശം കൊടുത്ത ഒരു രജിസ്ട്രാർ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം അദ്ദേഹത്തെ വേട്ടയാടാൻ RSSന് കൂട്ടുനിൽക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവിനെ പിന്തുണയ്ക്കാൻ ഹാഷ്മി പറയുകയാണ് ഈ ചിത്രം നിങ്ങൾക്ക് മാത്രമുള്ള ചിത്രമാണ്. അല്ല, പ്രതിപക്ഷ നേതാവിന്റെയും RSSന്റെയും പൊതുചിത്രമാണത്. ആ 2 പേരുടെയും പണി കേരളത്തിൽ തുറന്നു കാണിക്കാൻ പിള്ളേർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ആ പിള്ളേർ ഇറങ്ങിത്തിരിക്കുമ്പോൾ പിള്ളേർക്കൊരു മുദ്രാവാക്യമുണ്ട്, പഠനവും സമരവും. ഇത് രണ്ടും ആ പിള്ളേർക്കറിയാം. ഇതേ യൂണിവേഴ്സിറ്റിയാണ് കേരള സർവകലാശാലയിലെ കേരള യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നിങ്ങൾ നോക്ക്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരം നടത്തുന്ന കേരള യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിലെ കേരളത്തിലെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ്, നിങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ മെറിറ്റ് എടുത്ത് നോക്ക്, പരീക്ഷാഫലം എടുത്ത് നോക്ക്. ഈ കേരളത്തിനകത്ത് SFIക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികളുടെ പരീക്ഷാഫലം നോക്ക്. അപ്പൊ കുട്ടികൾ പഠിക്കുക തന്നെയാ. ആ പഠിക്കുന്ന കുട്ടികൾ പോരാടുന്നതിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി. അതിനെ പിന്തുണയ്ക്കാൻ ഒരു നാവില്ല കേരളത്തിലെ കോൺഗ്രസിന്, കേരളത്തിലെ പ്രതിപക്ഷത്തിന്. പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ, യൂണിവേഴ്സിറ്റി നിയമം പാലിക്കണം. കോൺഗ്രസ്സുകാരോട് പറയുകയാണ് നിയമം പാലിക്കണം.